നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഇടം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മൈക്രോസ്കോപ്പ് വരെയാണ് അല്ലെ. ഇലക്ട്രോ മൈക്രോസ്കോപ്പ് വരെയാണ്. അപ്പൊ ഇലക്ട്രോ മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത പറഞ്ഞു എന്താണ്? ലൈറ്റിന് പകരം എന്തിനെ ഉപയോഗിക്കുന്നു? ഇലക്ട്രോണുകളെ ഉപയോഗിച്ചിട്ട് എന്ത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു? ഇലക്ട്രോ മൈക്രോസ്കോപ്പുകൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഇലക്ട്രോ മൈക്രോസ്കോപ്പ് പറഞ്ഞതിന്റെ കൂടെ തന്നെ പറഞ്ഞു സാധാരണ മൈക്രോസ്കോപ്പുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ അല്ലെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പിനെ അപേക്ഷിച്ചും അതിനേക്കാളും 10 മടങ്ങ് വലുതാക്കിയാണ് എന്ത് കാണിക്കുന്നത്? ആ ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുന്ന വസ്തുക്കളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളെ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്? അടുത്തായിട്ട് നിരീക്ഷിക്കാൻ പോവുകയാണ്. എന്താണ്? മർമ്മത്തെ എന്ത് ചെയ്യാൻ പോണ്? നിരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പൊ മർമ്മം എന്ന് പറയുന്നത് കോശത്തിന്റെ കേന്ദ്രഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ്? കോശത്തിനുള്ളിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് എന്തിന്റെ ധർമ്മം? ആ ന്യൂക്ലിയസിന്റെ ധർമ്മം എന്ന് പറയുന്നത് അല്ലെ. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് വൈറ്റൽ ആക്ടിവിറ്റീസ് ഇൻ എവിടെ? സെൽസ് അല്ലെ. സെന്റർ ഓഫ് ദ സെൽസ് എന്ന് എന്തിനെ അറിയപ്പെടുന്നു? ന്യൂക്ലിയസിനെ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി സെല്ലിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, സെല്ലിനകത്ത് അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അടുത്തത് പഠിക്കാനുള്ളത് അല്ലെ. ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, നമുക്ക് അതിലോട്ടൊന്ന് പോവാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. ന്യൂക്ലിയസ് എന്താണ്? ഒരു സെല്ല് പോലെ തന്നെയാണ് ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നത് അല്ലെ. അതിനെന്തൊക്കെയുണ്ട്? ഒരു പുറമേയുള്ള ഭാഗം, അതിനെ നമ്മൾ അറിയപ്പെടുന്നവരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ എന്താണ്? മർമ്മസ്തരം എന്നറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? മർമ്മസ്തരം. ന്യൂക്ലിയർ മെംബ്രെയിൻ അഥവാ മർമ്മസ്തരം എന്നറിയപ്പെടുന്നു. ഇനി അത് കഴിഞ്ഞാൽ ഈ പുറത്ത് എന്ത് കാണപ്പെടുന്നു? ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നു. അതിനെ നമ്മൾ അറിയപ്പെടുന്നവരാണ് ന്യൂക്ലിയർ പോർസ് എന്നറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? ന്യൂക്ലിയർ പോർസ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? മർമ്മരന്ധ്രം എന്ന് അറിയപ്പെടുന്നു. ഇനി അത് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ്? കോശത്തിനകത്ത് കോശദ്രവ്യം കാണപ്പെടുന്നത് പോലെ തന്നെ ന്യൂക്ലിയസിനകത്ത് എന്ത് കാണപ്പെടുന്നു? ഒരു ഫ്ലൂയിഡ് പാർട്ട് കാണപ്പെടുന്നു. അതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ്, അപ്പോൾ അതിനെയാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആണ് അല്ലെ. ക്രൊമാറ്റിൻ റെറ്റിക്കുലം അഥവാ ക്രൊമാറ്റിൻ ജാലിക എന്നറിയപ്പെടുന്നത്. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അല്ലെങ്കിൽ മർമ്മദ്രവ്യത്തിനകത്ത് വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ they are seen as a network in ന്യൂക്ലിയോപ്ലാസം. എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോപ്ലാസത്തിനകത്ത് അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ മർമ്മ ദ്രാവകത്തിന് അല്ലെങ്കിൽ മർമ്മദ്രവ്യത്തിനകത്ത് വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? വലക്കണ്ണികൾ പോലെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോലെ എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്ന ഭാഗം എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയോപ്ലാസത്തിനകത്ത് കാണപ്പെടുന്നു. ഇറ്റ് ക്യാരീസ് ജീൻ. ഇവ എന്ത് ചെയ്യുന്നു? ജീനുകളെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ ജീനുകളെ എന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്യുന്നു. ജീനുകൾ എന്നാണ് ചോദിച്ചാൽ നമ്മുടെ ജനിതക വസ്തുവാണെന്ന് അറിയപ്പെടുന്നത് ജീനുകൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. DNA, RNA ഇതൊക്കെ എന്താണ്? ജനിതക വസ്തു അല്ലെങ്കിൽ ഇവയെ എന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളുന്നു. ഇറ്റ് ക്യാരീസ് ജീൻ. ഇനി അടുത്തതാണ് ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം. എന്താണ് മർമ്മകം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? കോശത്തിന് മർമ്മം പോലെ തന്നെയാണെന്ന് പറയുന്നത് മർമ്മത്തിന് മർമ്മകം കാണപ്പെടുന്നു അല്ലെ. എന്താണ്? അത് ഏകദേശം ഒരു ന്യൂക്ലിയസിന്റെ മധ്യഭാഗത്തായിട്ട് വരും. അതുപോലെ തന്നെ ഗോളാകൃതിയിൽ അല്ലെങ്കിൽ സ്പെറിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. ഇവ എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ സിന്തസിസിന് എന്ത് ചെയ്യുന്നു? പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവ എന്ത് ചെയ്യുന്നു? സ്പെറിക്കലിൻ ബോഡിയാണ്. ഇവ എന്ത് ചെയ്യുന്നു? റൈബോസോമിന്റെ ഉൽപാദനത്തിന് എന്ത് ചെയ്യുന്നു? പ്രധാന പങ്ക് വഹിക്കുന്നു. എന്ത് ചെയ്യുന്നു? റൈബോസോമിന്റെ ഉൽപാദനത്തിന് എന്ത് ചെയ്യുന്നു? പ്രധാന പങ്ക് വഹിക്കുന്നു. Their spherical body is seen in എന്താണ്? സെന്റർ ഓഫ് ദ ന്യൂക്ലിയോളസ്. എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോളസിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗോളാകൃതിയിലുള്ള ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? ന്യൂക്ലിയോളസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്ലേ മേജർ റോൾ ഇൻ ദ സിന്തസിസ് ഓഫ് റൈബോസോം. റൈബോസോമിന്റെ സിന്തസിസ് അല്ലെങ്കിൽ ഉൽപാദനത്തിന് എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയോളസും എന്ത് ചെയ്തു? കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ ന്യൂക്ലിയസിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട 5 ഭാഗങ്ങളാണ് ഏതൊക്കെ? ഒന്നെന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ എന്താണ്? മർമ്മ സ്തരം. അതിന് ന്യൂക്ലിയർ പോസ് അല്ലെങ്കിൽ എന്താണ്? മർമ്മ രന്ധ്രം. അതുപോലെ തന്നെ എന്താണ്? ന്യൂക്ലിയോപ്ലാസം
മർമ്മ ദ്രവ്യം, അതുപോലെ ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം, അതുപോലെ തന്നെ ന്യൂക്ലിയോളസ് എന്താണ് മർമ്മകം എന്ന് അറിയപ്പെടുന്നു. ഇത്രയുമാണ് ന്യൂക്ലിയസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, ന്യൂക്ലിയസിനെ പറ്റി പഠിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു പോകും, നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന എല്ലാ ജീവികൾക്കും എന്ത് കാണപ്പെടുന്നുണ്ടോ? ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ടോ? എല്ലാ ജീവികൾക്കും ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ടോ? ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ചുറ്റുപാടും കാണപ്പെടുന്നു, അല്ലേ? അത് യൂണിസെല്ലുലാർ ആയിരിക്കാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കാം. അപ്പൊ അവ എങ്ങനെ തരംതിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ തരംതിരിക്കാം. ന്യൂക്ലിയസ് ഉള്ള ജീവികൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അതിനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? തരംതിരിക്കാം. ഒന്ന് പ്രോകാരിയോട്ടുകളെന്നും അടുത്തതിനെ യൂകാരിയോട്ടുകളെന്നും രണ്ടായിട്ട് തരംതിരിക്കും. അപ്പൊ എങ്ങനെയൊക്കെയാണ് ജീവികളെ തരംതിരിക്കുന്നത്? പ്രോകാരിയോട്ടുകളെന്നും അതുപോലെ തന്നെ യൂകാരിയോട്ടുകളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ എന്താണ് പ്രോകാരിയോട്ടുകൾ, എന്താണ് യൂകാരിയോട്ടുകൾ? നോക്കുക, യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ എന്താണ് ഒരു സൂക്ഷ്മ ജീവിയെ എടുത്തു വെച്ചു, അല്ലെ? അവയ്ക്ക് എന്ത് മർമ്മമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക, അല്ലെ? മർമ്മം ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? യൂകാരിയോട്ടിലോട്ടും, മർമ്മം ഇല്ലെങ്കിൽ എന്തിനെ പ്രോകാരിയോട്ടിലോട്ടും തരംതിരിക്കാം. അപ്പോ എന്താണ് പ്രോകാരിയോട്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം: യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? വ്യക്തമായ മർമ്മമില്ലാത്ത ഏകകോശ ജീവികളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രോകാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പ്രോകാരിയോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യക്തമായ മർമ്മമില്ലാത്ത യൂണിസെല്ലുലാർ, അല്ലെ? എന്താണ്? ഏകകോശ ജീവികളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? പ്രോകാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ഇവയൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് യൂകാരിയോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് യൂകാരിയോട്ടുകളുടെ പ്രത്യേകത ഇവ യൂണിസെല്ലുലാറും ആയിരിക്കാം, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാറും ആയിരിക്കാം. ഏതൊക്കെയായിരിക്കാം? യൂണിസെല്ലുലാറുമായിരിക്കാം, മൾട്ടി സെല്ലുലാറുമായിരിക്കാം, ഏകകോശവുമായിരിക്കാം, ബഹുകോശവും ആയിരിക്കാം. ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നു, അല്ലെ? അപ്പൊ നമുക്കൊരു ഏകകോശ ജീവിക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. പക്ഷെ അവയ്ക്ക് എന്ത് കാണപ്പെടുന്നുണ്ട്? ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. വ്യക്തമായ ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. അപ്പൊ നമുക്കത് പറഞ്ഞൂടെ? യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. യൂകാരിയോട്ടിൽ പറയാമല്ലോ. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരായാലും മറ്റ് ജീവികളായാലും അവയ്ക്ക് എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ എന്താണ്? ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ പറയാം. അതിന് രണ്ടു ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസ് അതിൽ വരും, പ്ലാന്റ്സ് അതിൽ വരും. യൂണിസെല്ലുലാർ ഓർഗാനിസം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് വരും? അമീബ വരും, ഹൈഡ്ര വരും. ഇവയൊക്കെ എന്തിൽ വരും? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ വരും. അപ്പോ യൂകാരിയോട്ടുകൾ നോക്കി, പ്രോകാരിയോട്ടുകൾ നോക്കി. അപ്പൊ ഒന്നുകൂടെ പറയാം: യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആണ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടുകൾ. യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വിത്ത് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? യൂകാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. യൂകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് അമീബ, അതുപോലെ തന്നെ പ്ലാന്റ്സ്, അനിമൽസ്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് ഉദാഹരണമാണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ പ്ലാന്റ് സെല്ല് പഠിച്ച സമയത്ത് അതിനകത്തുള്ള കോശാംഗങ്ങളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിഡുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ജൈവകണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അത് വരുന്ന ക്ലാസ്സിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇനി അതിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പൂക്കളിലൊക്കെ പലതരത്തിലുള്ള നിറങ്ങളും അതുപോലെ തന്നെ പഴങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള രുചികളും കാണപ്പെടുന്നുണ്ട്, അല്ലേ? പലതരത്തിലുള്ള നിറങ്ങളും കാണപ്പെടുന്നുണ്ട്, രുചിയും കാണപ്പെടുന്നുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണെന്ന് ഇതുവരെയെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളെ ഗാർഡനിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലതരത്തിലുള്ള പല നിറത്തിലുള്ള പൂക്കൾ കാണപ്പെടുന്നുണ്ട്. അതേണൊക്കെ തന്നെ നമ്മുടെ എന്താണ് പഴവർഗ്ഗങ്ങൾ പലതരത്തിലുള്ള രുചികളിൽ കാണപ്പെടുന്നവയുണ്ട്, അല്ലേ? അതൊന്നും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? അല്ലെങ്കിൽ ഇപ്പം ചിന്തിച്ചു നോക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ എന്നറിയപ്പെടുന്നത്. പ്ലാസ്റ്റിഡ്സ് ആർ ഓൺലി സീൻ ഇൻ പ്ലാന്റ് സെൽ. ഓക്കെ, പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ജൈവകണങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം.
എന്താണ് ആ ജൈവകണങ്ങളെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 എന്ത് ചെയ്യുന്നു 3 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഏതൊക്കെയാണ്? ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഇതിലോ ക്ലോറോപ്ലാസ്റ്റിനെ പറ്റിയിട്ട് നമുക്കറിയാം അല്ലേ? ക്ലോറോപ്ലാസ്റ്റ് ആണ് എന്തിനു സഹായിക്കുന്നത്? ആ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇലകൾക്കൊക്കെ പച്ച നിറം നൽകുന്നതും ആരാണ്? ഈ ക്ലോറോപ്ലാസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ക്രോമോപ്ലാസ്റ്റ് അഥവാ എന്താണ്? വർണ്ണകണം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിന്റെ അറിയാം എന്താണ്? ആ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഹരിതകണം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്രോമോപ്ലാസ്റ്റ് ആണ് അതിനെ വർണ്ണകണം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ക്രോമോപ്ലാസ്റ്റിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ് imparts color to the various parts of the plant body such as flower, fruits, etc. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഈ ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ വർണ്ണഗണമാണ് എന്ത് ചെയ്യുന്നത്? ആ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് ആ വിവിധ തരത്തിലുള്ള നിറങ്ങള് നൽകുന്നത്. എന്താണ്? പൂക്കള്, പഴങ്ങള്, അതുപോലെ തന്നെ കാണണം പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു? ആ വിവിധ നിറങ്ങൾ നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരാണ്? ആ ക്രോമോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ഈ ക്രോമോപ്ലാസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ആ പ്രധാനമായിട്ട് 3 കളർ പിഗ്മെന്റ്സ് അല്ലെങ്കിൽ 3 വർണ്ണകങ്ങളായിട്ട് എന്ത് ചെയ്യാം? തരംതിരിക്കാം. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നെന്ന് പറയുന്നത് സാന്തോഫിൽ, 2 ആന്തോസയാനിൻ, 3 കരോട്ടിൻ. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട 3 കളർ പിഗ്മെന്റ്സ്? ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏതൊക്കെയാണ്? സാന്തോഫിൽ, ആന്തോസയാനിൻ ആൻഡ് കരോട്ടിൻ. ഇനി ഇവയ്ക്ക് 3നും 3 തരത്തിലുള്ള കളറുകളും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ കളർ പിഗ്മെന്റ്സ് എന്നറിയപ്പെടുന്നത്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് എന്തിന് കാരണമാകുന്നത്? ആ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പൂക്കൾക്കൊക്കെ പലതരത്തിലുള്ള കളറ് നൽകാനുള്ള കാരണമാകുന്നത്. അപ്പൊ സാന്തോഫിലിന്റെ കാര്യം നോക്കി കഴിഞ്ഞാല് സാന്തോഫിലാണ് സസ്യങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറം നൽകാനായിട്ട് കാരണമാകുന്നത്. സാന്തോഫിൽ എന്ത് ചെയ്യുന്നു? ആ മഞ്ഞ നിറത്തിലുള്ള എന്താണ്? കളർ പിഗ്മെന്റ് ആണ്. അപ്പൊ സാന്തോഫിലിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സാന്തോഫില് imparts യെല്ലോ കളർ ടു പ്ലാന്റ് ബോഡീസ്. ഓക്കെ, അതുപോലെ ആന്തോസയാനിലോട്ട് വന്നു കഴിഞ്ഞാൽ ആന്തോസയാൻ എന്ന് പറയുന്നത് റെഡ് ആൻഡ് പിങ്ക് അല്ലെങ്കിൽ പർപ്പിള്. ഏതൊക്കെയാണ്? ആ റെഡ് ആൻഡ് പർപ്പിള്. അപ്പോ ആന്തോസയാനിന് അല്ലെങ്കിൽ ആന്തോസയാൻ നൽകുന്ന നിറങ്ങളാണ് ഇതൊക്കെയെന്ന് അറിയപ്പെടുന്നത് റെഡ് ആൻഡ് പർപ്പിൾ. ഓക്കെ, അടുത്തതാണ് കരോട്ടിൻ. കരോട്ടിന്റെ പ്രത്യേകത യെല്ലോയിഷ് ഓറഞ്ച് ആണ് അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് ഏത് നൽകുന്നത്? കരോട്ടിൻ നൽകുന്നത്. അപ്പോ 3 കളർ പിഗ്മെന്റ്സിനെ പഠിച്ചു അല്ലേ? ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് സാന്തോഫിൽ ഏത് നിറം നൽകുന്നു? ആ യെല്ലോ കളർ നൽകുന്നു. അതുപോലെ ആന്തോസയാൻ ഏതൊക്കെയാണ്? റെഡ് ആൻഡ് പർപ്പിള്. അതുപോലെ തന്നെ കരോട്ടിൻ ആണ്. കരോട്ടിൻ എന്ത് ചെയ്യുന്നു? ആ യെല്ലോയിഷ് ഓറഞ്ച്. ഓക്കെ, ഇവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് എന്തിന് കാരണമാകുന്നത്? വ്യത്യസ്ത പിന്നെയും പലതരത്തിലുള്ള കളറുകളുണ്ട് അല്ലേ? ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള കളറുകൾക്ക് കാരണമാകുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള നിറങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഒരു പ്ലാസ്റ്റിഡ് ആണ് എന്നറിയപ്പെടുന്നത് ലൂക്കോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ലൂക്കോപ്ലാസ്റ്റിന് പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല. ലൂക്കോപ്ലാസ്റ്റ് ഹാസ് നോ കളർ അല്ലേ? ഇനി ഇത് എവിടെയാണ് കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ലൂക്കോപ്ലാസ്റ്റ് സീൻ ഇൻ വെയർ ഫുഡ് സ്റ്റോറേജ് ഇൻ പ്ലാന്റ്സ്. എന്ത് ചെയ്യുന്നു? ആ പ്ലാന്റ്സിൽ എവിടെയാണോ ഭക്ഷണം സംഭരിച്ചു വെക്കുന്നത് ആ ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ലൂക്കോപ്ലാസ്റ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ജൈവകണങ്ങളെ പറ്റിയിട്ട് ഇത്രയും പറയാനുള്ള 3 തരത്തിലുള്ള ജൈവകണങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ ലൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് അറിയാല്ലേ? എന്താണ്? ഹരിതകണമാണ്. ഹരിതകണം എന്തിനു സഹായിക്കുന്നു? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. ഇലകൾക്ക് പച്ച നിറം നൽകാനും എന്താണ് സഹായിക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. അടുത്ത ക്രോമോപ്ലാസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്രോമോപ്ലാസ്റ്റ് imparts color to the various parts അല്ലെ? എന്ത് ചെയ്യും? സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് വിവിധ തരത്തിലുള്ള നിറങ്ങൾ നൽകുന്നത് ആരാണ്? ക്രോമോപ്ലാസ്റ്റ് ആണ്. ക്രോമോപ്ലാസ്റ്റിനെ മെയിൻ ആയിട്ട് 3 കളർ പിഗ്മെന്റ്സ് ഉണ്ട്: സാന്തോഫിൽ, ആന്തോസയാനിൻ ആൻഡ് കരോട്ടിൻ. ഇനി സാന്തോഫിൽ നൽകുന്ന നിറം യെല്ലോ ആണ്, ആന്തോസയാനിൻ നൽകുന്നത് റെഡ് ആൻഡ് പർപ്പിൾ ആണ്, അതുപോലെ കരോട്ടിൻ നൽകുന്നത് യെല്ലോയിഷ് ഓറഞ്ച് ആണ്. അടുത്ത ലൂക്കോപ്ലാസ്റ്റ് ആണ്. ലൂക്കോപ്ലാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശ്വേതഗണത്തെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? ആ നിറം കാണപ്പെടുന്നില്ല. പകരം ഇത് എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? സസ്യങ്ങളിലെ എവിടെയാണോ ഭക്ഷണം സംഭരിച്ചു വെക്കുന്നത് ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ലൂക്കോപ്ലാസ്റ്റ് കാണപ്പെടും. ഓക്കെ,
ഇനി നമ്മൾ പച്ച ഒക്കെ അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു മാങ്ങ കഴിക്കുന്നു അല്ലെ, പച്ച മാങ്ങ കഴിക്കുന്നു. അപ്പോഴും അതുപോലെ തന്നെ പഴുത്തതിന് ശേഷം മാങ്ങ കഴിക്കുമ്പോൾ രുചിക്ക് വ്യത്യാസം ഉണ്ടാകാം അല്ലെ. കളറിന്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് രുചിയിലോട്ട് കിടക്കുകയാണ് അല്ലെ. ആ രണ്ട് കഴിക്കുമ്പോഴത്തേക്കും ആ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്ന, ഒന്ന് കഴിക്കുമ്പോൾ നല്ല പുളിപ്പും ഒന്ന് കഴിക്കുമ്പോഴത്തേക്കും നല്ല മധുരമാണ് അല്ലെ. അപ്പോൾ എങ്ങനെയാണ് ഇതിന് കാരണമാകുന്നതെന്ന് നോക്കാം. ഈ മാങ്ങകൾ പാകമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രൂട്ട് റൈപ്പൻ അല്ലെ എന്ത് ചെയ്യുന്നു, അത് വിളയുന്ന സമയത്ത് ഇതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. പച്ച നിറം നൽകുന്ന ക്ലോറോപ്ലാസ്റ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ക്ലോറോപ്ലാസ്റ്റ് കൺവേർട്ടഡ് ഇൻറ്റു ക്രോമോപ്ലാസ്റ്റ്. എന്ത് ചെയ്യുന്നു? ഹരിതകണം വർണ്ണകണമായിട്ട് മാറുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? ആ സസ്യങ്ങള് അല്ലെങ്കിൽ ആ ഫലങ്ങൾ പഴുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ക്ലോറോപ്ലാസ്റ്റ് ഈ പച്ച നിറം മാറിയിട്ട് എന്ത് ചെയ്യുന്നു? വർണ്ണഗണത്തിലോട്ട് പോകുന്നു. അപ്പൊ അവിടെ ഏത് ഫ്രൂട്ട്സിന് ഏത് കളറാണെന്നുള്ളത് അവിടെ എന്ത് വെച്ചു, മാങ്ങയൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ മഞ്ഞ കളർ വരുന്നു. അപ്പൊ അവിടെ എന്തായിരിക്കും കാണപ്പെടുന്നത്? സാന്തോഫിൽ ആയിരിക്കും കാണപ്പെടുന്നത് അല്ലെ. അതേപോലെ ഓരോ സസ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ അതിന് ഓരോ കളറായിട്ട് എന്ത് ചെയ്യുന്നു? ഇമ്പാർട്ട് ചെയ്യുന്നു. ഇനി എന്തായിരിക്കും ഇതിന് മധുരത്തിനുണ്ടാവുന്ന കാരണം? ഇനി ഇവിടെ നോക്കിയോ, ഇതിനകത്ത് കാണപ്പെടുന്ന സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ത് ചെയ്യുന്നു? ഷുഗർ ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇതിനകത്ത് കാണപ്പെടുന്ന സ്റ്റാർച്ച് അല്ലെ, നമ്മൾ പച്ച സാധനങ്ങൾ കഴിക്കുന്നതിനകത്തെല്ലാം സ്റ്റാർച്ച് ആണ് കാണപ്പെടുന്നത്. ഈ സ്റ്റാർച്ച് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ആ ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? പഴങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഫലങ്ങൾ പഴുക്കുന്ന സമയത്ത് എന്താവുന്നത്? മധുരമായിട്ട് മാറാനുള്ള കാരണം. ഇറ്റ് ഈസ് എ സീക്രട്ട് ബിഹൈൻഡ് ദ ടേസ്റ്റ് ആൻഡ് കളർ ഇൻ ഫ്രൂട്ട്സ്. എന്ത് ചെയ്യുന്നു? ഫ്രൂട്ട്സിന്റെ എന്ത് ചെയ്യുന്നു? നിറത്തിനും അതുപോലെ തന്നെ എന്താണ് രുചിക്കും ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ കാരണം ഇത്. ഓക്കെ, അപ്പോ സസ്യഭാഗങ്ങളെല്ലാം തീർന്നു. ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി പഠിക്കാനുള്ളത് ഏതാണ്? അനിമൽ സെല്ലിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. അനിമൽ സെല്ലിനെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത് അടുത്തൊന്ന് പഠിക്കാൻ. അപ്പോൾ നമ്മൾ പ്ലാന്റ് സെല്ല് കഴിഞ്ഞായിരുന്നു അല്ലെ. പ്ലാന്റ് സെല്ലിന്റെ ഫുൾ ഭാഗങ്ങളും പഠിച്ചു തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് അനിമൽ സെല്ലും കൂടി എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ സെല്ലിൽ കാണപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്നില്ല. പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എവിടെയും കാണപ്പെടുന്നില്ല, അനിമൽ സെല്ലിലും കാണപ്പെടുന്നില്ല. എന്നിരുന്നു കഴിഞ്ഞാലും ഏറെക്കുറെയുള്ള സെൽ ഓർഗനൈസേഴ്സ് എല്ലാം എന്താണ്? രണ്ട് സെല്ലുകളിലും ഒരുപോലെയാണ്. അപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിൽ എന്ത് കാണപ്പെടുന്നു? ഏറ്റവും പുറമേ ആയിട്ട് എന്ത് കാണപ്പെടുന്നു? സെൽ വോൾ കാണപ്പെടുന്നുണ്ട് അല്ലേ. സെൽ വോൾ കാണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെൽ മെമ്പറൈൻ കാണപ്പെടുന്നു. എന്നാൽ അനിമൽ സെല്ലിലോട്ട് വരുമ്പോഴത്തേക്ക് പ്രത്യേകതയാണ്, സെൽ വോൾ കാണപ്പെടുന്നില്ല. പകരം എന്ത് കാണപ്പെടുന്നു? സെൽ മെമ്പറൈൻ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഏകദേശമൊക്കെ ഒരുപോലെയാണ്. അതിനകത്ത് എന്ത് കാണപ്പെടുന്നു? ന്യൂക്ലിയസ് കാണപ്പെടുന്നു. അനിമൽ സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ മൈറ്റോകോൺട്രിയം കാണപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നു. ഗോൾഗി കോംപ്ലക്സ് കാണപ്പെടുന്നു അല്ലെ. ഇതെല്ലാം എന്താണ്? പ്ലാന്റ് സെല്ലിലും ഉള്ളതാണ്. ഇനി അനിമൽ സെല്ലിൽ ഇല്ലാത്തതും പ്ലാന്റ് സെല്ലിൽ മാത്രമായിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ്. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ വാക്യൂൾ. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ കാണപ്പെടുന്നില്ല, അനിമൽ സെല്ലിൽ കാണപ്പെടുന്നില്ല. പകരമായിട്ട് അനിമൽ സെല്ലിൽ പുതിയ രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലൈസോസോമും, രണ്ടെന്ന് പറയുന്നത് സെൻട്രോസോമുമാണ്. അപ്പോ അനിമൽ സെല്ലിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന രണ്ട് സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങളാണ് ഇതൊക്കെ, ലൈസോസോമും അതുപോലെ തന്നെ സെൻട്രോസോമും. ഇനി അവ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ബാക്കിയുള്ളതിനെ പറ്റി കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം അനിമൽ സെല്ലിൽ നിങ്ങൾ എന്താണോ പ്ലാന്റ് സെല്ലിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് അനിമൽ സെല്ലിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ എന്താണ് ലൈസോസോമും എന്താണ് സെൻട്രോസോമും കൂടെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോ സെൻട്രോസോമിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോസോം ഓൺലി സീൻ ഇൻ അനിമൽ സെൽസ്. എന്ത് ചെയ്യുന്നു? അനിമൽ സെല്ലിൽ അല്ലെങ്കിൽ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ഏത്? സെൻട്രോസോം. സെൻട്രോസോമിന്റെ മറ്റൊരു പ്രത്യേകത സെൻട്രിയോളുകൾ കാണപ്പെടുന്നു. അതായത് സെൻട്രിയോൾസ് ദാറ്റ് പ്ലേ മേജർ റോൾ ഇൻ സെൽ ഡിവിഷൻ സീൻ ഇൻ സെൻട്രോസോം. എന്ത് ചെയ്യുന്നു? സെൽ ഡിവിഷൻ നടക്കണം അല്ലെങ്കിൽ കോശ വിഭജനം നടക്കണം അല്ലേ. പുതിയൊരു കോശം ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ജീവിയുടെ വളർച്ച സാധിക്കത്തുള്ളൂ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? പുതിയ കോശങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു കോശം വിഭജിച്ച് മാത്രമേ പുതിയ കോശം ഉണ്ടാവൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പുതിയ കോശം ഉണ്ടാവണമെങ്കിൽ വിഭജനം നടക്കണം.
ഈ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ എന്താണ് ആ കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ എവിടെ കാണപ്പെടുന്നു? സെൻട്രോസോമിൽ കാണപ്പെടുന്നു. അപ്പൊ സെൻട്രോസോമിന്റെ എത്ര പ്രത്യേകതയുള്ള എന്താണ്? ആ കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ എവിടെ കാണപ്പെടുന്നു? സെൻട്രോസോമിൽ കാണപ്പെടുന്നു. സെൻട്രിയോൾസ് ദാറ്റ് പ്ലേ മേജർ റോൾ ഇൻ എന്ത് സെൽ ഡിവിഷൻ സീൻ ഇൻ സെൻട്രോസോം. എന്ത് ചെയ്യും? സെൻട്രോസോമിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോ ഇത്രയും ഉള്ളൂ സെൻട്രോസോമിനെ പറ്റി പറയാൻ. അടുത്തത് പഠിക്കാനുള്ളതാണ് ലൈസോസോം. എന്താണ് ലൈസോസോം? ലൈസോസോമിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ലൈസോസോമും only seen in animal cell. എന്ത് ചെയ്യുന്നു? ലൈസോസോം അവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, ആനിമൽ സെല്ലിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇനി ലൈസോസോമിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസോസോം കണ്ടെയ്നിങ് ഡൈജസ്റ്റീവ് എൻസൈം ടു പ്രിവെന്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. എന്താണ് ലൈസോസോമിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ലെങ്കിൽ ദഹനരസങ്ങൾ കാണപ്പെടുന്നു. ദഹനരസങ്ങൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശത്തിൽ ഇല്ലാതെ പുറത്തു നിന്ന് വരുന്ന ആ വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? ആ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തടങ്ങിയിട്ടുണ്ട്? ഡൈജസ്റ്റീവ് എൻസൈം. അതായത് എന്താണ്? ആ ദഹനരസങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈസോസോമിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതാണ് ലൈസോസോമിന്റെ പ്രത്യേകത. ലൈസോസോം only present in animal cell. Lysosome containing digestive enzyme to prevent foreign particles. അല്ലെ? അപ്പോ ഇത്രയുമാണ് എന്ത് കാണപ്പെടുന്നത്? അല്ലെങ്കിൽ അനിമൽ സെല്ലിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽസ്. അപ്പൊ അനിമൽ സെല്ലിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. സെൽ വാൾ കാണപ്പെടുന്നില്ല, പകരം അവിടെ എന്താണ് കാണപ്പെടുന്നത്? സെൽ മെംബ്രെയിൻ ആണ്. അല്ലെ? സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയോൺ, അതുപോലെ തന്നെ ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം കാണപ്പെടുന്നുണ്ട്, സൈറ്റോപ്ലാസം കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എന്ത് കാണപ്പെടുന്നു? ലൈസോസോമും സെൻട്രോസോമും കാണപ്പെടുന്നുണ്ട്. അല്ലെ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്, അനിമൽ സെല്ലിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ അനിമൽ സെല്ലും ഒന്നിൽ പ്ലാന്റ് സെല്ലും. ആ 2 റൗണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും രണ്ടിലും പൊതുവായിട്ട് കാണപ്പെടുന്ന കാര്യം എന്ത് ചെയ്യുക? അതിനകത്ത് രേഖപ്പെടുത്തുക. ഇനി അനിമൽ സെൽ എന്ന് പറയുന്ന ബോക്സിനകത്ത് അനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന കണ്ടന്റ് എഴുതുക. പ്ലാന്റ് സെല്ലിന്റെ ഭാഗത്ത് പ്ലാന്റ് സെല്ലിൽ മാത്രം വരുന്ന കണ്ടന്റുകൾ എഴുതുക. അപ്പോഴ് പ്ലാന്റ് സെല്ലിന്റെ ഭാഗത്ത് വരുന്ന ഏതൊക്കെ വരും? സെൽ വോൾ വരും. അതുപോലെ തന്നെ ഏത് വരും? വാക്യൂള് അല്ലെങ്കിൽ ഫേനം വരും. അതുപോലെ തന്നെ എന്ത് വരും? ക്ലോറോപ്ലാസ്റ്റ് വരും. ഇനി ഇപ്പുറത്താണെങ്കിലോ ലൈസോസോമും സെൻട്രോസോമും വരും. ബാക്കിയുള്ളവയെല്ലാം അല്ലെങ്കിൽ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, അതുപോലുള്ള ഗോൾജി കോംപ്ലക്സ് ഇവയൊക്കെ എവിടെയാണ് എഴുതേണ്ടത്? ആ 2 ലൈനും കൂടെ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്ന ഭാഗത്ത്, അതായത് രണ്ടാമത്തെ കോളത്തിനകത്ത് എഴുതുക. ഓക്കെ, ബാക്കി എക്സ്ട്രാ ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. അതായത് നോട്ട് എഴുതി എന്ത് ചെയ്യുക? അധ്യാപകനെ അയച്ചു കൊടുക്കുക. അപ്പോ ഇത്രയുമായപ്പോ എന്ത് ചെയ്തു? നിങ്ങളുടെ ഈ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ തീരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2ാമത്തെ ചാപ്റ്ററുമായിട്ട് കാണാം. നന്ദി.